ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ തംബ്നൈലിൽ കണ്ട പോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് നമ്മൾ 2 പേരെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അവർക്ക് ആകർഷകമായിട്ടുള്ള സമ്മാനങ്ങളും അതുപോലെ തന്നെ ക്യാഷ് പ്രൈസും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വിന്നർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂലൈ 21. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ദൗത്യം ഏതാണ്? ഉത്തരം അപ്പോളോ 11. അപ്പോളോ 11 വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം 1969 ജൂലൈ 16 ഫ്ലോറിഡയിൽ നിന്ന്. ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യനാര്? ഉത്തരം നീൽ ആംസ്ട്രോങ്. ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി ആരാണ്? ഉത്തരം എഡ്വിൻ ആൽഡ്രിൻ. ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? ഉത്തരം ടൈറ്റാനിയം. ഭൂമിയിലേക്കു പതിച്ച ചൈനയുടെ ബഹിരാകാശ നിലയം ഏതാണ്? ഉത്തരം ടിയാൻഗോങ് 1. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എന്നാണ്? ഉത്തരം 1969 ജൂലൈ 21. ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണ വലയം വയ്ക്കും? ഉത്തരം 13 തവണ. ചന്ദ്രനിൽ വലിയ ഗർത്തങ്ങളും പർവ്വതങ്ങളും ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഗലീലിയോ ഗലീലി. ലൂണ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം ചന്ദ്രൻ എന്നാണ് ലൂണ എന്ന പദത്തിൻ്റെ അർത്ഥം. ആദ്യമായി ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയ വാഹനം ഏത്? ഉത്തരം ലൂണ 2 1959. ചന്ദ്രനിലേക്ക് ചാന്ദ്ര പര്യവേഷണ പേടകം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ഉത്തരം റഷ്യ. ചന്ദ്രയാൻ 2 റോവറിൻ്റെ പേരെന്ത്? ഉത്തരം പ്രഗ്യാൻ. ചന്ദ്രനിലെ മണ്ണ് ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം റിഗോലിത്ത്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം സുനിത വില്യംസ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? ഉത്തരം വിക്രം സാരാഭായ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഉത്തരം ഡോക്ടർ വി നാരായണൻ. ചന്ദ്രയാൻ 3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏത്? ഉത്തരം LVM-3 ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എവിടെ നിന്ന്? ഉത്തരം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ശ്രീഹരിക്കോട്ട.
നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഉത്തരം പ്രശാന്തിയുടെ സമുദ്രം. ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്വകാര്യ പേടകം ഏത്? ഉത്തരം ഒഡീസിയസ്. മനുഷ്യനെ വഹിച്ചുകൊണ്ട് ചന്ദ്രനിലെത്തിയ ആദ്യ പേടകം ഏത്? ഉത്തരം അപ്പോളോ 11. ചാന്ദ്രയാൻ പദ്ധതിയുടെ തലവൻ ആരായിരുന്നു? ഉത്തരം എം അണ്ണാദുരൈ. ചന്ദ്രനിലൂടെ സഞ്ചരിച്ച ആദ്യ വാഹനം ഏത്? ലൂണാർ റോവർ 1971. ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്ത് പേടകം ഇറക്കിയ ആദ്യ രാജ്യം ഏതാണ്? ഉത്തരം ചൈന. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഉത്തരം ചാൾസ് ഡ്യൂക്ക്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത്? ഉത്തരം വ്യാഴം. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയം ഏത്? ഉത്തരം സല്യൂട്ട് 1, റഷ്യ. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പദ്ധതിയായ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നാണ്? 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വാഹനം ഏത്? PSLV-C11. ISROയുടെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത്? ഉത്തരം എഡ്യൂസാറ്റ്. ലോകത്തിലെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത്? ഉത്തരം സ്പുട്നിക് 1. സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏത്? ഉത്തരം ബുധൻ. ചന്ദ്രനിൽ വായു ഇല്ലാത്തതിനാൽ അന്തരീക്ഷം ഏതു നിറത്തിലാണ് കാണപ്പെടുന്നത്? ഉത്തരം കറുപ്പ്. അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 12. ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ശാസ്ത്രജ്ഞൻ? ഉത്തരം ആര്യഭടൻ. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചാന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആര്? ഉത്തരം AB വാജ്പേയി. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ എന്നിവരെയും കൊണ്ട് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ചാന്ദ്ര പേടകം ഏത്? ഉത്തരം ഈഗിൾ. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സെലനോളജി. ISROയുടെ ആദ്യ ചെയർമാൻ ആര്? ഉത്തരം വിക്രം സാരാഭായി.
ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വനിത ആര്? ഉത്തരം വാലന്റീന തെരഷ്കോവ. ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3 വിക്ഷേപിക്കപ്പെട്ടതെന്ന്? ഉത്തരം 2023 ജൂലൈ 14. ചന്ദ്രനിൽ ധാരാളമായി അടങ്ങിയ മൂലകം ഏത്? ഉത്തരം സിലിക്കൺ. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യ രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ സ്ക്രീനിൽ ഒരു ക്വസ്റ്റ്യൻ കാണും. അപ്പോൾ അതിൻ്റെ ആൻസർ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 2 പേരെ ആയിരിക്കും നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വിന്നേഴ്സിന് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കൂടെ പറയുന്നതായിരിക്കും. ഫസ്റ്റ് പ്രൈസിന് നമ്മൾ 1000 രൂപ ക്യാഷ് പ്രൈസും കൂടാതെ ഗിഫ്റ്റും നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും. ആൻഡ് സെക്കൻഡ് പ്രൈസിന് 500 രൂപയും ഗിഫ്റ്റും നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.